بسم الله الرحمن الرحيم. إلى حضرة روح النبي المصطفى محمد صلى الله عليه وسلم، ثم إلى حضرة روح غوثنا شيخنا الشيخ محمد بن الشيخ محمد القادري الجشتي الجاديري رضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين. أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുൽ ആദം തങ്ങൾ പാപ്പാന്റെ പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ടു ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മുടെ ജീവന്റെ ജീവനായ ജാദിയേരി ശൈഖ് തങ്ങൾ പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ പാപ്പയുടെ പരിശുദ്ധമായ ജമാഅത്തുൽ അവ്വൽ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. പാപ്പയുടെ പരിശുദ്ധമായ ആണ്ട് ദിനത്തിലാണ് നാം ഈ ക്ലാസ് നടത്തുന്നത് എന്നത് ഇന്നത്തെ ഈ ക്ലാസ്സിന്, ഈ ദിവസത്തിന് വളരെ പ്രത്യേകത അർഹിക്കുന്നു. മോമിനീങ്ങളെ, മഹാനായ റിഫാഇ ശൈഖ് ഉപ്പാപ്പയെ പറ്റി വളരെ വിശദമായി വിശദീകരിക്കുന്ന ഒരു കിതാബാണ് ഖിലാദത്തുൽ ജവാഹിർ في ذكر الغوث الرفاعي وأتباعه الأكابر. മഹാനായ അൽ-ആലിമുൽ അല്ലാമ അസ്സയ്യിദ് അബുൽ ഹുദാ മുഹമ്മദ് ബിൻ ഹസൻ അൽ-റിഫാഇ റളിയല്ലാഹു അൻഹു എന്ന വലിയൊരു മഹാനാണ് ഈ കിതാബ് രചിച്ചത്. ഈ കിതാബില് റിഫാഇ ശൈഖ് തങ്ങൾ പാപ്പയെ പറ്റി, അവിടുത്തെ കുടുംബത്തെ പറ്റി, അവിടുത്തെ മശായിഖന്മാരെ പറ്റി, അവിടുത്തെ ജീവിതത്തെ പറ്റി, അവിടുത്തെ സ്വഭാവ ഗുണങ്ങളെ പറ്റി, കറാമത്തുകളെ പറ്റി ഒരുപാട് 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 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹുവ അഹ്മദ് മുഹിയുദ്ദീൻ അബുൽ അബ്ബാസ് അൽ മഅറൂഫ് ബിസയ്യിദ് അൽ കബീർ അൽ-റിഫാഇ അൽ-വാസിതി അൽ-ബതായിഹി ദഫീന ഉമ്മു ഉബൈദ റളിയല്ലാഹു അൻഹു. റിഫാഇ ശൈഖ് തങ്ങൾ പാപ്പയുടെ പേരാണ്. സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഇറാഖിലെ ഉമ്മു ഉബൈദിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. റിഫാഇ എന്ന പേര്, റിഫാഅ ഹാദാ ജദ്ദുഹു സാബിഅ ഇസ്മുഹുൽ ഹസൻ. റിഫാഇ ശൈഖ് തങ്ങൾ പാപ്പയുടെ ഏഴാമത്തെ വല്ലിപ്പയായ ഹസൻ എന്നവരുടെ വിളിപ്പേരാണ് റിഫാഅ. അതിലേക്ക് ചേർത്തിയാണ് റിഫാഇ എന്ന പേര് മഹാനവറുകൾക്ക് കിട്ടിയത്. മഹാനവറുകളുടെ ബാപ്പ സുൽത്താൻ സാഹിദീൻ അലി അൽ ഹസൻ റളിയല്ലാഹു അൻഹു, അലി എന്നാണ് മഹാനവറുകളുടെ പേര്. വലിയ ഖുതുബും ഗൗസുമാണ് മഹാനവറുകൾ. മഹാനവറുകളുടെ ഉമ്മ റിഫാഇ ശൈഖ് തങ്ങൾ പാപ്പയുടെ ഉമ്മ മഹദി ഫാത്തിമ അൻ-നജ്ജാരിയ റളിയല്ലാഹു അൻഹ ബിന്തു ശൈഖ് യഹ്യ അൻ-നജ്ജാർ റളിയല്ലാഹു അൻഹു. വലിയ ഖുതുബായിരുന്ന ശൈഖ് യഹ്യ അൻ-നജ്ജാർ റളിയല്ലാഹു അൻഹുവിന്റെ മകളായ
ഫാത്തിമ നജ്ജാരിയ റളിയല്ലാഹു അൻഹയാണ് റിഫായി ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ ഉമ്മ. അതായത് അപ്പം വ ഉമ്മൻ ഷരീഫൈനി ഖദ് ഇജ്തമഅ എന്ന് നാം ഖുതുബിയത്തിൽ കേൾക്കുന്ന പോലെ ഉമ്മ വഴിക്കും ബാപ്പ വഴിക്കും ഏറ്റവും പരിശുദ്ധമായ സയ്യിദ് നസബയിലാണ് റിഫായി ശൈഖ് തങ്ങൾ ഉപ്പാപ്പ ജനിച്ചത്. ഈ കിതാബിന്റെ 17ാമത്തെ പേജിൽ കാണാം വലിയൊരു സംഭവം. وقد روى لنا الشيخ الجليل والهمام الفضيل أبو الحفص عمر الفاروقي رحمه الله. റിഫായി ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയ സംഭവം മഹാനവറുകൾ പറയുകയാണ്. ഷെയ്ഖ് അബൂ ഹഫ്സ് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല കുന്നാ ഫീ മജ്ലിസ് ഷെയ്ഖ് അൽ കബീർ സയ്യിദ് അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു, ഞങ്ങൾ റിഫായി ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ പരിശുദ്ധമായ മജ്ലിസിലായിരുന്നു. വഹൗലഹു ജമാഅത്തും മിൻ ഫഹൂലിൽ അബ്താലി വഅകാബിരി റിജാൽ, അവിടെ വലിയ വലിയ മശായിഖന്മാരുണ്ട്. വഹും യതഹദസൂന ഫീ ഹദറത്തി ശൈഖ് ബിഉലൂമിൻ ഗരീബ വഅസ്റാരിൻ അജീബ. റിഫായി ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ പരിശുദ്ധമായ ഹദറത്തിൽ വളരെ അപൂർവമായ ജ്ഞാനങ്ങൾ, അത്ഭുതകരമായ രഹസ്യജ്ഞാനങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വഹുവ ജാലിസും ബൈനഹും യറുദ്ദു ജവാബഹും. ഈ ചർച്ച നടക്കുമ്പോ റിഫായി ശൈഖ് തങ്ങൾ ഉപ്പാപ്പ അവർക്കിടയിൽ ഇരിക്കുകയാണ്, മഅരിഫത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഫബൈനമാഹും കദാലിക്, അതിനിടയിൽ ഇത് ഖാമ ശൈഖുൽ കബീർ സയ്യിദ് അഹ്മദ് റളിയല്ലാഹു അൻഹു അലാ ഖദമൈ. റിഫായി ശൈഖ് തങ്ങൾ ഉപ്പാപ്പ അവിടുന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ്. കാശിഫൻ റഅസഹു, അവിടുത്തെ തല തുറന്നിടുകയാണ്. വഖാല, എന്നിട്ട് പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. 2 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. ലഹറൽ ഹഖ് വബാന സിദ്ഖു, സത്യം വെളിവായിരിക്കുന്നു, പരമസത്യം എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നു. നൂദീതു മിനൽ ഹദ്റത്തിൽ അലിയ്യ, റിഫായി ശൈഖ് തങ്ങൾ പറയുന്നു, നൂദീതു മിനൽ ഹദ്റത്തിൽ അലിയ്യ, ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് നിന്ന്, അല്ലാഹുവിന്റെ തിരുഹദ്റത്തിൽ നിന്ന് എനിക്ക് വിളി വന്നു. അയ്യാ അഹ്മദ്, ഓ റിഫായി തങ്ങളെ, ഖും വസുർ ബൈത്തല്ലാഹിൽ ഹറാം, നിങ്ങള് അല്ലാഹുവിന്റെ വിശുദ്ധമായ കഅബ ശരീഫ് സന്ദർശിക്കുക. വസുർ അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപ്പാപ്പയെ സിയാറത്ത് ചെയ്യുക. വഇന്ന ഹുനാക ദഅവതും മിനർ റസൂലി യൂസിലുഹാ ഇലൈക്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ക്ഷണമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഭാഗത്ത് നിന്ന് മഹാനായ റിഫായി ശൈഖ് തങ്ങൾ ഉപ്പാപ്പക്ക് വിളിയാളം വന്നു. ഇത് ആ സഭയിൽ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. ഫഖാല കുല്ലു മൻ ഫിൽ മജ്ലിസി സമഅൻ വതആ, ആ മജ്ലിസിലുള്ള എല്ലാവരും പറഞ്ഞു, സമഅൻ വതആ, നിങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ കേട്ടു അനുസരിച്ചു. അങ്ങനെ ഫതഅഹബ ലിസ്സഫർ, വിശുദ്ധമായ ഹറമൈൻ ശരീഫൈനിലേക്കുള്ള യാത്രക്ക് തയ്യാറായി. ഫതലഅ മഅഹു ജമ്മുൻ ഗഫീർ വമഹ്ഫലുൻ കബീർ, ധാരാളം ആളുകളും കൂടെ കൂടി. വസാറു ത്വാലിബീന മക്കൽ മുശറഫ വൽ മദീനത്തുൽ മുനവ്വറ, റിഫായി ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ അത്യുന്നതമായ സ്ഥാനം റൗള ഷരീഫിൽ വെച്ച് അല്ലാഹു പ്രഖ്യാപിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പ്രഖ്യാപിക്കുകയാണ്. അതിന് റിഫായി ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ നാട്ടുകാര്, വീട്ടുകാര്, കുടുംബക്കാര്, മുരീദുമാര്, ആ കാലഘട്ടത്തിലെ ഇറാഖിലെ വലിയ വലിയ ശൈഖന്മാര്, ഖുത്ബീങ്ങള്, ഗൗസിയങ്ങള് എല്ലാവരും അതാ പുറപ്പെടുകയായി. അങ്ങനെ വിശുദ്ധമായ കഅബ ശരീഫിങ്ങൾ അവർ ചെന്നു. പിന്നീട് വിശുദ്ധമായ റൗള ശരീഫിങ്ങൾ അവർ ചെല്ലുകയാണ്.
فلما وصلوا المدينة مدينة النبي صلى الله عليه وسلم മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപ്പാപ്പയുടെ വിശുദ്ധമായ റൗള ഷരീഫിലെത്തിയപ്പോൾ വഖഫതു ജാഹ ഹുജ്റത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅൻഷദ വിശുദ്ധമായ ഹുജ്റത്തു ഷരീഫയിലേക്ക് മുന്നിട്ടുകൊണ്ട് റിഫായി ശൈഖ് തങ്ങൾ ഉപ്പാപ്പ പാടി في حالة البعد روحي كنت أرسلها تقبل الأرض عني وهي نائبتي وهذه دولة الأشباح قد حضرت فامدد يديك لكي തുഹ്ളാ ബിഹാ ശഫതി. അല്ലാഹുവിന്റെ റസൂലേ, ഫീ ഹാലത്തിൽ ബുഅദി, ഞാൻ ദൂരെയായിരിക്കുന്ന സമയത്ത് അങ്ങ് ഇറാഖിലെ ഉമ്മു അബീദയിൽ ഉണ്ടായിരിക്കുമ്പോ റൂഹി കുന്തു ഉർസിലുഹാ, എന്റെ റൂഹിനെ ഞാൻ അയക്കുമായിരുന്നു ഈ മദീന മുനവ്വറയിലേക്ക്. തുഖബ്ബിലുൽ അർള അന്നി, വിശുദ്ധമായ റൗള ഷരീഫിന്റെ ഈ മണ്ണ് എന്റെ റൂഹ് വന്ന് ചുംബിക്കുമായിരുന്നു. വഹിയ നായിബത്തി, എന്റെ പകരക്കാരനായി എന്റെ റൂഹി വിശുദ്ധ മണ്ണ് വന്ന് ചുംബിക്കുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂലേ, വഹാദിഹി ദൗലത്തുൽ അശ്ബാഹി ഖദ് ഹദറത്. അല്ലാഹുവിന്റെ റസൂലേ, റൂഹിനോടൊപ്പം എന്റെ ശരീരത്തിന്റെ കൂടി അവസരമിതാ വന്നിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലേ, فامدد يديك لكي تحظى بها شفتي. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ ശറഫാക്കപ്പെട്ട രണ്ട് കൈകൾ നീട്ടിത്തരിക. അല്ലാഹുവിന്റെ റസൂലേ, ലികൈ തുഹ്ളാ ബിഹാ ശഫതി, അവിടുത്തെ വിശുദ്ധമായ കരങ്ങൾ ചുംബിച്ചുകൊണ്ട് എന്റെ ചുണ്ടുകൾക്ക് ഭാഗ്യം കിട്ടട്ടെ അല്ലാഹുവിന്റെ റസൂലേ എന്ന് പാടിയതിനു ശേഷം സുമ്മഖാല, എന്നിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക യാ ജദ്ദാ, ഓ വല്ലിപ്പ അങ്ങേക്ക് സലാം. ഫഖാല ലഹു മിൻ ദാഖിലിൽ ഹുജ്റ, അവിടെയാണ് അതിന്റെ മറുപടി വരുന്ന രംഗമാണ് ഏറ്റവും പ്രധാനം. വിശുദ്ധമായ ഹുജ്റത്തു ശരീഫ, റൗള ഷരീഫ, റൗള ഷരീഫിന്റെ ഉള്ളിൽ നിന്ന് അതാ മറുപടി വന്നു, വഅലൈക്കസ്സലാം യാ വലദീ, എന്റെ മോനെ നിങ്ങൾക്ക് സലാം. അല്ലാഹു അക്ബർ. വൻഷഖ താബൂത്തുർ റിസാല, വിശുദ്ധമായ റൗള ഷരീഫ അതാ റിഫായി ശൈഖ് തങ്ങൾ ഉപ്പാപ്പാക്ക് വേണ്ടി തുറക്കുകയായി. വമദ്ദ യദഹു ശരീഫ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹുജ്റത്തു ശരീഫയിൽ നിന്ന്, അവിടുന്ന് അന്തിയുറങ്ങുന്ന റൗള ഷരീഫിന്റെ ഉള്ളിൽ നിന്ന് അവിടുത്തെ ശറഫാക്കപ്പെട്ട കരങ്ങൾ നീട്ടിക്കൊടുത്തു. ഫഖബ്ബലഹാ, റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട കരത്തെ റിഫായി ശൈഖ് തങ്ങൾ ഉപ്പാപ്പ ചുംബിച്ചു. വബായഅഹു ബൈഅതൻ കുല്ലിയ, സമ്പൂർണമായ ബൈഅത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപ്പാപ്പയോട് റിഫായി ശൈഖ് തങ്ങൾ ഉപ്പാപ്പ നടത്തി. ഫാമറഹു ബിലബിസി അശാശിൽ അസ്വദ്, ഉന്നതമായ സ്ഥാനവസ്ത്രം ധരിക്കാൻ വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപ്പാപ്പ കൽപ്പിച്ചു. വയസ്അദ അലൽ മിംബരി വഅയ്യഅദൻ നാസ്, മിംബറിൽ കയറി ജനങ്ങളോട് വഅദ് പറയാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപ്പാപ്പ റിഫായി ശൈഖ് തങ്ങൾ ഉപ്പാപ്പയോട് കൽപ്പിച്ചു. അല്ലാഹു അക്ബർ. എത്ര വലിയ അംഗീകാരമാണിത്! ഇതെല്ലാം എത്ര ആളുകളുടെ സാന്നിധ്യത്തിലാണെന്നും തുടർന്ന് പറയുന്നുണ്ട്. വഖാല ലഹു സാനിയ, രണ്ടാമതായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപ്പാപ്പ റിഫായി ശൈഖ് തങ്ങൾ ഉപ്പാപ്പക്ക് വേണ്ടി ദുആ ചെയ്തു.
ലഖദ് നഫഅല്ലാഹു ബിക അഹ്ലസ് സമാഇ വഅഹ്ലൽ അർദ്. അല്ലാഹു സുബ്ഹാനഹു തആല ആകാശനിവാസികൾക്കും ഭൂനിവാസികൾക്കും നിങ്ങളെ കൊണ്ട് ഉപകാരപ്പെടുത്തിയിരിക്കുന്നു. അല്ലാഹു അക്ബർ. വഹാദിഹിൽ ബൈഅതു മുത്തസിലതും ബിക വബിദുർരിയതിക ഇലാ യൗമിൽ ഖിയാമ. ഈ ബൈഅത്ത് നിങ്ങളോടും ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുന്ന നിങ്ങളുടെ കുടുംബത്തോടും ബന്ധപ്പെട്ടിരിക്കുന്നു. ഖിയാമത്ത് നാൾ വരെയുള്ള റിഫായി ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ കുടുംബക്കാർ, അവിടുത്തെ തരീഖത്തിലെ മുരീദുമാർ, അവർക്കെല്ലാം വേണ്ടിയാണ് ആ വിശുദ്ധമായ റൗദ ഷരീഫിൽ വെച്ചുള്ള ബൈഅത്ത് നടന്നത്. വൽ ഹാദിറൂൻ, അവിടെ ഹാജറുള്ളവർ, യഷ്ഹദൂന ബിഅബ്സ്വാരിഹിം, ഇതൊരു സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണ്. യഷ്ഹദൂന ബിഅബ്സ്വാരിഹിം, അവരുടെ കണ്ണുകൾ കൊണ്ട് ഈ കാഴ്ച അവർ കാണുന്നു. വയസ്മഊനഹു ബിഅസ്മാഇഹിം, അവരുടെ ചെവികൾ കൊണ്ട് ഇതെല്ലാം അവർ കേൾക്കുന്നു. റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. വകാന മിമ്മൻ ഹളറ ഫീ തിൽക സന മിനൽ ഹുജ്ജാജ് വശാഹദ ദാലിക ബിഐനിഹി മിൻ ഫഹൂൽ റിജാൽ. ആ വർഷം ഹജ്ജിന് വന്ന വലിയ വലിയ മശായിഖന്മാരും ഖുതുബീങ്ങളും ഗൗസീങ്ങളും എല്ലാവരും ഇതിന് സാക്ഷിയായിരുന്നു. മിൻഹും അസ്സയ്യിദി അലി ഇബ്നു ഖമീസ് റളിയല്ലാഹു അൻഹു വസയ്യിദി അദി ഇബ്നു മുസാഫിർ റളിയല്ലാഹു അൻഹു വസയ്യിദി അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. സുൽത്താനുൽ ഔലിയാ ഗൗസുൽ ആലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ ഉപ്പാപ്പ പരിശുദ്ധമായ ഹദ്റത്തിൽ ആ സന്ദർഭത്തിൽ അവിടെ ഹാജരായിരുന്നു. അല്ലാഹു അക്ബർ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പയുടെ നേതൃത്വത്തിൽ എല്ലാ ഗൗസികളെയും ഖുതുബീങ്ങളെയും മശായിഖന്മാരെയും ഔലിയാക്കളെയും സ്വാലിഹീങ്ങളെയും സാക്ഷി നിർത്തി റിഫായി ശൈഖ് തങ്ങൾ ഉപ്പാപ്പയ്ക്ക് എല്ലാം നൽകുകയായിരുന്നു. വകാന ബഖിയത്തു മൻ ഹളറ മിനൻ നാസി 90,000. അവിടെ അന്ന് ഇത് കാണാൻ വേണ്ടിയിട്ട് 90,000 ആളുകൾ ഹാജരായിരുന്നു. അല്ലാഹു അക്ബർ. റൗള ഷരീഫിൽ വെച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപ്പാപ്പയുടെ ശറഫാക്കപ്പെട്ട കരം പിടിച്ച് ചുംബിക്കുന്നത് അത് രഹസ്യമായല്ല നടന്നത്, പരസ്യമാണ്. അത് സ്വപ്നമല്ല, അത് യാഥാർത്ഥ്യമാണ്. 90,000 വരുന്ന മഹാന്മാരായ ഔലിയാക്കന്മാരുടെയും മശായിഖന്മാരുടെയും ഖുതുബീങ്ങളുടെയും ഗൗസീങ്ങളുടെയും ഏറ്റവും ഉപരിയായി എല്ലാവരുടെയും മുകളിലായ ഗൗസുൽ ആലം തങ്ങളും പാപ്പയുടെയും പരിശുദ്ധമായ നേതൃത്വത്തിലാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പാപ്പയുടെ ശറഫാക്കപ്പെട്ട കൈ റിഫായി ശൈഖ് തങ്ങളും പാപ്പ പിടിച്ചു മുത്തുന്നത്. റിഫായി ശൈഖ് തങ്ങളും പാപ്പ അല്ലാഹുവും റസൂലും ഗൗസുൽ ആലം തങ്ങളും പാപ്പയും നൽകിയ വലിയ വല്ലാത്ത പറഞ്ഞറിയിക്കാനാവാത്ത വല്ലാത്തൊരു അംഗീകാരമാണത്. റിഫായി ശൈഖ് തങ്ങളും പാപ്പയുടെ കുടുംബം ഉമ്മ വഴിക്കും ബാപ്പ വഴിക്കും ഏറ്റവും ഉന്നതന്മാരായ മശായിഖ്മാരുടെ കുടുംബമാണ്. അതിന്റെ ഒന്നും ഷറഫ് ഫളലുകൾ ഒരിക്കലും പറഞ്ഞാൽ തീരുകയില്ല. ഉമ്മുഹു റളിയല്ലാഹു അൻഹാ ഫാത്തിമത്തുൽ അൻസാരിയ അൻ-നജ്ജാരിയ കാനത്ത് അലാ ഖദമിൻ അളീമിൻ من الزهد والعبادة والصلاح والتقوى والصبر والزهد وحسن الأخلاق وكمال الصفاء. അഥവാ റിഫായി ശൈഖ് തങ്ങളും പാപ്പയുടെ ഉമ്മ പൂർണ്ണതയുടെ എല്ലാ ഗുണഗണങ്ങളും മേളിച്ച വലിയ മഹതിയായിരുന്നു. പാപ്പയാവട്ടെ സുൽത്താനു സാഹിദീനായിരുന്നു.
സാഹിദീങ്ങോട് സുൽത്താനായിരുന്നു, അവർക്ക് ജനിച്ചതാണ്. റിഫാഇ ശൈഖ് തങ്ങളുപ്പാപ്പ ജനിക്കുന്നതിന് മുമ്പ് അവിടുത്തെ ഉമ്മ മഹാനായ ശൈഖ് അബൂ മുഹമ്മദ് ശംഖബി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പോകുമായിരുന്നു. വകാന ബൈനഹു വബൈനഹാ നസബുൻ. ഈ വലിയ മഹാന്റെയും റിഫാഇ ശൈഖ് തങ്ങളുപ്പാപ്പയുടെയും ഇടയിൽ കുടുംബ ബന്ധമുണ്ട്. കുടുംബത്തിലുള്ള വലിയൊരു മഹാന്റെ അടുത്തേക്ക് റിഫാഇ ശൈഖ് തങ്ങളുപ്പാപ്പയെ ഗർഭം ധരിച്ച സമയത്ത് ഉമ്മ പോകുമായിരുന്നു. ഫയൻഹദു ലഹാ ഖായിമ. റിഫാഇ ശൈഖ് തങ്ങളുപ്പാപ്പയുടെ ഉമ്മ വരുമ്പോ ആ വലിയ മഹാൻ, അദ്ദേഹം വലിയ ശൈഖും ഖുതുബുമാണ്, അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. വതകററ മിൻഹു ദാലിക വസുഇല അൻഹു. ഇത് ആവർത്തിച്ച് കണ്ടപ്പോ വസുഇല അൻഹു, ഇതിനെക്കുറിച്ച് ചോദിച്ചു. വഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, അനാഖൂമു ഇജ്ലാലൽ ലിൽ ജനീൻ അല്ലദീ ഫീ ബത്നിഹാ. ഞാൻ ഈ മഹദിയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ ബഹുമാനിച്ചു കൊണ്ടാണ് നിൽക്കുന്നത്. ഫഇന്നഹു അഹദുൽ മുഖറബീന ഇലല്ലാഹി അസ്സ വജല്ല. അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും വലിയ മുഖറബായ മനുഷ്യനാണ്, ഒരു കുട്ടിയാണ് ഈ സ്ത്രീ ഉമ്മയുടെ ഗർഭത്തിലുള്ളത്. ആ കുട്ടിയെ ബഹുമാനിച്ചാണ് ഞാൻ നിൽക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മഹാനായ റിഫാഇ ശൈഖ് തങ്ങളുപ്പാപ്പയുടെ ഉമ്മയുടെ സഹോദരൻ, മഹാനവറുടെ പേരാണ് അഷ്ശൈഖ് മൻസൂറുൽ ബത്താഹി റളിയല്ലാഹു അൻഹു. അഷ്ശൈഖ് മൻസൂറുൽ ബത്താഹി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അഥവാ റിഫാഇ ശൈഖ് തങ്ങളുപ്പാപ്പയുടെ അമ്മാവൻ ഒരു സ്വപ്നം കാണുകയാണ്. ഈ കിതാബിന്റെ 32ാമത്തെ പേജിൽ കാണാം. ദക്കറ ശൈഖ് അബൂബക്കർ അൽ-അദ്നി റളിയല്ലാഹു അൻഹു ഫീ കിതാബിഹി അൻ-നജ്മുസ് സാഇ. മഹാനായ ശൈഖ് അബൂബക്കർ അൽ-അദ്നി റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന ശൈഖ് മൻസൂർ അൽ-ബത്താഹി അർ-റബ്ബാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. മഹാനായ ശൈഖ് മൻസൂർ അൽ-ബത്താഹി റളിയല്ലാഹു അൻഹു റആ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പയെ സ്വപ്നം കണ്ടു. വഹുവ യഖൂലു ലഹു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പ അദ്ദേഹത്തോട് പറയുന്നു, യാ മൻസൂർ, ഓ മൻസൂർ, ഉബശ്ശിറുക. അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് പറയുന്നു, ഉബശ്ശിറുക, നിങ്ങൾക്ക് ഞാൻ സന്തോഷ വാർത്ത അറിയിക്കുന്നു. അന്നല്ലാഹു തആല യുഅതി ഇലാ ഉഖ്തിക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ സഹോദരിയായ ഫാത്തിമക്ക് നൽകുന്നതാണ് ബഅദ 40 യൗമ വലദാ. 40 ദിവസത്തിനു ശേഷം ഒരു ആൺകുട്ടിയെ നൽകുന്നതാണ്. അപ്പൊ ഈ സ്വപ്നം കാണുന്നത് റിഫാഇ ശൈഖ് തങ്ങളുപ്പാപ്പയുടെ ജനനത്തിന്റെ 40 ദിവസം മുമ്പാണ്. ഉമ്മയുടെ സഹോദരനായ ശൈഖ് മൻസൂർ ബത്താഹി റളിയല്ലാഹു അൻഹുവിനോടാണ് സ്വപ്നത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, 40 ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സഹോദരിക്ക് ഒരു ആൺകുട്ടി ജനിക്കുന്നതാണ്. ഇസ്മുഹു അഹ്മദുർ റിഫാഇ. ആ കുട്ടിയുടെ പേര് അഹ്മദുർ റിഫാഇ എന്നാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പ റിഫാഇ ശൈഖ് തങ്ങളുപ്പാപ്പയുടെ അമ്മാവനായ ശൈഖ് മൻസൂറുൽ ബത്താഹി റളിയല്ലാഹു അൻഹുവിനോട് സ്വപ്നത്തിൽ പറയുന്നു, ഓ മൻസൂർ, നിങ്ങളുടെ സഹോദരിക്ക് 40 ദിവസത്തിന് ശേഷം ഒരു കുഞ്ഞ് ലഭിക്കുന്നതാണ്. ആ കുട്ടിയുടെ പേര് അഹ്മദുർ റിഫാഇ എന്നാണ്. മിസ്ലു മാ അന റഅസുൽ അംബിയാ കദാലിക ഹുവ റഅസുൽ ഔലിയാ. ഞാൻ അംബിയാക്കളുടെ നേതാവായതുപോലെ ആ കുട്ടി ഔലിയാക്കളുടെ നേതാവാകുന്നതാണ്. അല്ലാഹു അക്ബർ. വഹീന യക്ബറു. ഈ കുട്ടി വളർന്നാൽ, ഈ കുട്ടി വലുതായാൽ, ഫഖുദ്ഹു, ആ കുട്ടിയെ നിങ്ങൾ പിടിച്ചിട്ട്, വദ്ഹബ് ബിഹി ഇല ശൈഖ് അലിയിൽ ഖാരി അൽ വാസിതി,
അഷേഖ് അലിയുൽ ഖാരി അൽ വാസിത്തി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം. വഅഅ്തിഹി ലഹു, ഈ കുട്ടിയെ ഷേഖ് അലിയുൽ ഖാരി അൽ വാസിത്തി തങ്ങൾക്ക് കൊടുക്കണം. കയ്യുറബ്ബീഹി, തർബിയത്ത് ചെയ്ത് വളർത്താൻ വേണ്ടിയാണത്. ലിഅന്ന ദാക റജുലു അസീസുൻ ഇൻദല്ലാഹ്, അള്ളാന്റെ റസൂലാണ് റിഫായി ഷേഖ് തങ്ങളുപ്പാപ്പയെ ജനനത്തിന് ശേഷം എങ്ങനെ വളർത്തണമെന്ന് അവിടുത്തെ അമ്മാവനായ ഷേഖ് മൻസൂർ ബത്താഹി തങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നത്. ജനിച്ച് വളർന്ന് വലുതായാൽ തർബിയത്ത് ചെയ്യാൻ വേണ്ടി ആ ഷേഖ് അലിയുൽ ഖാരി വാസിത്തി തങ്ങളുടെ അടുത്ത് കൊണ്ടുപോകണം. കാരണം ആരാണ് അഷേഖ് അലിയുൽ ഖാരി തങ്ങള് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നു. ലിഅന്ന ദാക റജുലു അസീസുൻ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള വ്യക്തിയാണ്. വലാ തഗ്ഫൽ അൻ, ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നീ അശ്രദ്ധനാവരുത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പ അവിടുത്തെ അമ്മാവനോട് കൽപ്പിച്ചു. ഫഖുൽതു, ഞാൻ പറഞ്ഞു, അൽ അംറു അംറുക്കും യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അങ്ങയുടെ കൽപ്പനയാണ് കൽപ്പന. വകാനൽ അംറു കമാ ദുക്ര സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പ പറഞ്ഞതുപോലെ പിന്നീട് എല്ലാ കാര്യങ്ങളും ഉണ്ടായി. ഷേഖ് തങ്ങളുപ്പാപ്പ 40 ദിവസത്തിന് ശേഷം ജനിച്ചു. വളർന്നു വലുതായപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശപ്രകാരം ഷേഖ് അലിയുൽ ഖാരി വാസിത്തി തങ്ങളുടെ അടുത്തേക്ക് തർബിയത്തിന് വേണ്ടി അദ്ദേഹത്തെ ഏൽപ്പിച്ചു അമ്മാവൻ. അവിടുത്തെ വഫാത്തിന് ശേഷമാണ് പിന്നീട് ഷെയ്ഖായിട്ട് അവിടുത്തെ അമ്മാവനായ ഇതേ അഷേഖ് അബൂ മൻസൂർ അൽ ബത്താഹി റളിയല്ലാഹു അൻഹു വരുന്നത്. റിഫായി ഷെയ്ഖ് തങ്ങളുപ്പാപ്പയുടെ ഏറ്റവും ഉന്നതമായ സ്ഥാനം, ഈ സ്ഥാനത്തെ കുറിച്ച് ഏറ്റവും കണ്ടത് അവിടുത്തെ അമ്മാവനായ ഷെയ്ഖ് മൻസൂർ അൽ ബത്താഹി റളിയല്ലാഹു അൻഹു തന്നെയാണ്. കുട്ടിയായിരിക്കെ തന്നെ ഇത്രയും ഉന്നതമായ സ്ഥാനത്തുള്ള വലിയൊരു മഹാനാണ് എന്ന എല്ലാ അറിവും അദ്ദേഹത്തിന് കിട്ടി. അങ്ങനെ കിട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? ഈ കിതാബിന്റെ അഥവാ ഖിലാദത്തുൽ ജവാഹിർ എന്ന കിതാബിന്റെ 36-ാമത്തെ പേജിൽ കാണാം. ഖാലൽ ഇമാമുൽ ഹുമാം ഖാസിം ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന ശൈഖ് മൻസൂർ അൽ ബത്താഹി റബ്ബാനി റളിയല്ലാഹു അൻഹു ലമ്മാ അഖദതുൽ ഗൈറ ഹാലത ഇത്ലാഹി അലാ മഖാമി സയ്യിദിനാ അസ്സയ്യിദ് അഹ്മദ് അൽ കബീർ റളിയല്ലാഹു അൻഹു, മഹാനായ ശൈഖ് മൻസൂർ അൽ ബത്താഹി റളിയല്ലാഹു അൻഹുവിന് റിഫായി ഷെയ്ഖ് തങ്ങളുപ്പാപ്പയെ കുറിച്ചുള്ള ആ അറിവ് കിട്ടിയപ്പോൾ അദ്ദേഹം ചിന്തിച്ചു പോയി, ഇത്രയും വലിയ സ്ഥാനത്താണോ ഈ കുട്ടി എത്താൻ പോകുന്നത് എന്നൊരു ചിന്ത വന്നപ്പോൾ നൂദിയ മിനൽ ഉലാ, ഉന്നതമായ സ്ഥാനത്ത് നിന്ന് വിളി വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പ സ്വപ്നത്തിൽ വന്നുകൊണ്ട് ഇദ്ദേഹത്തോട് അമ്മാവനായ പിന്നീട് ഷെയ്ഖായ മൻസൂർ ബത്താഹി തങ്ങളോട് പറഞ്ഞ സംഭവം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതേ മൻസൂർ ബത്താഹി റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വിളിയാളം. ആരാണ്? റിഫായി ഷെയ്ഖ് തങ്ങളുപ്പാപ്പ. ഐ മൻസൂർ, ഓ മൻസൂർ, അല്ലാഹുവിന്റെ വിളിയാളമാണ്. ഓ മൻസൂർ, തഅദ്ദബ് ഹാദ സയ്യിദ് അഹ്മദ്. അല്ലാഹു അക്ബർ. ഈ സയ്യിദ് അഹ്മദ് റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങൾ അദബ് പാലിക്കണം. കുട്ടിയായിരിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ കൽപ്പന. ഹബീബുന, ഇത് നമ്മുടെ ഹബീബാണ്. ഈ കുട്ടി നമ്മുടെ ഹബീബാണ്. നുദ്ഹിറുഹു അലാ ഖവാമിൽ ഗുയൂബിന, നമ്മുടെ പരമരഹസ്യമായ അങ്ങേയറ്റത്തെ എല്ലാ രഹസ്യങ്ങളും ഈ കുട്ടിക്ക് നാം വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഐ മൻസൂർ, ഓ മൻസൂർ, ഹാദ സയ്യിദ് അഹ്മദ്,
നായിബുദ് ദൗലത്തിൽ മുഹമ്മദിയ്യ വഅറൂസുൽ മംലകത്തിൽ മുസ്തഫവിയ്യ വഹുവ ശൈഖു ജമീഉൽ ഉമ്മത്തിൽ മുഹമ്മദിയ്യ. അല്ലാഹു അക്ബർ. അല്ലാഹു ആണ് പറയുന്നത് റിഫാഈ ശൈഖ് തങ്ങളുപ്പാപ്പയെ കുറിച്ച്. അവിടുത്തെ അമ്മാവനായ അവിടുത്തെ ശൈഖുമായ ശൈഖ് മൻസൂർ ബത്താഹി തങ്ങളോട് പറയുന്നു, ഐ മൻസൂർ, ഓ മൻസൂർ തങ്ങളെ, ഹാദ സയ്യിദ് അഹ്മദ്, ഈ സയ്യിദ് അഹ്മദ് റിഫാഈ റളിയല്ലാഹു അൻഹു നായിബുദ് ദൗലത്തിൽ മുഹമ്മദിയ്യ, മുഹമ്മദിയ്യ സാമ്രാജ്യത്തിന്റെ പകരക്കാരനാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്ഥാനത്തിരിക്കുന്ന മഹാനാണ്, പകരക്കാരനാണ്. വഅറൂസുൽ മംലകത്തിൽ മുസ്തഫവിയ്യ, മുസ്തഫവിയ്യ സാമ്രാജ്യത്തിലെ പുതിയാപ്പിളയാണ്, മണവാളനാണ്. വഹുവ ശൈഖു ജമീഉൽ ഉമ്മത്തിൽ മുഹമ്മദിയ്യ, ജമീഉൽ ഉമ്മത്തിൽ അഹ്മദിയ്യ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പയുടെ ഉമ്മത്തിലെ എല്ലാവർക്കും ശൈഖാൻ. വശൈഖുക, നിങ്ങളുടെയും ശൈഖാൻ. അല്ലാഹു അക്ബർ. ആ സമയത്ത് മൻസൂർ ബത്താഹി തങ്ങള് റിഫാഈ ശൈഖ് തങ്ങളുപ്പാപ്പന്റെ ശൈഖാണ്. ശൈഖായ മൻസൂർ ബത്താഹി തങ്ങളോട് പറയാണ്, ഉമ്മത്ത് മുഹമ്മദിയിലെ എല്ലാവരുടെയും ശൈഖാണവർ, നിങ്ങളുടെയും ശൈഖാൻ. ഫഖുൽ നഅം, അല്ലാഹു പറയാണ്, ഓ മൻസൂർ, അതെ എന്ന് നിങ്ങൾ പറയുക. ഫഖുൽതു നഅം, അല്ലാഹു അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അതെ, എല്ലാം ഞാൻ അംഗീകരിച്ചിരിക്കുന്നു അല്ലാഹ്. ഫഖാല, അല്ലാഹു പറഞ്ഞു, നഹ്നു നതസറഫു ബിമുൽകിനാ കമാ നശാ, നാം നമ്മുടെ അധികാരത്തിൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കൈകാര്യം ചെയ്യും. നാം ചിലരെ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിക്കും, അതെല്ലാം എന്റെ പരമാധികാരമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. ഫഖുൽതു നഅം, മഹാനായ ശൈഖ് മൻസൂർ തങ്ങള് അതിലും അതെ എന്ന് പറഞ്ഞു. സുമ്മ ഇന്നി ഹുമലത്തുൽ ഗാശിയ ബൈന യദൈ, പിന്നീട് അല്ലാഹുവിന്റെ മുമ്പിൽ എനിക്കതാ ഒരു ബോധക്ഷയം സംഭവിക്കുന്നു. വഅഖദത്തുൽ അഹ്ദു അലാ യദൈഹി, റിഫാഈ ശൈഖ് തങ്ങളുപ്പാപ്പയുടെ കൈ പിടിച്ച് ഞാൻ അവിടുത്തെ മുരീദായി. ഫഅന ശൈഖുഹു ബിൽ ഖിർഖ, റിഫാഈ ശൈഖ് തങ്ങളുപ്പാപ്പക്ക് ഖിർഖ കൊടുത്ത ശൈഖാണ് ഞാൻ. റിഫാഈ ശൈഖ് തങ്ങളുപ്പാപ്പയുടെ ലാഹിറൻ ശൈഖാണ് ഞാൻ. വഹുവ ശൈഖി ബിൽ ഖുൽഖി വൽ ഖിൽഖ, സൃഷ്ടിപ്പ് കൊണ്ടും സ്വഭാവം കൊണ്ടും റിഫാഈ ശൈഖ് തങ്ങളുപ്പാപ്പ എന്റെ ശൈഖാകുന്നു എന്ന് റിഫാഈ ശൈഖ് തങ്ങളുപ്പാപ്പയുടെ അമ്മാവനായ അവിടുത്തെ ശൈഖായ ശൈഖ് മൻസൂർ ബത്താഹി റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അപ്പോ ആരാണ് റിഫാഈ ശൈഖ് തങ്ങളുപ്പാപ്പ എന്ന് അവിടുത്തെ അമ്മാവനോട് അള്ളാഹുവിന്റെ റസൂലിന്റെയും അള്ളാഹുവിന്റെയും അഭിമുഖ സംഭാഷണത്തിൽ നിന്ന്, വിശദീകരണത്തിൽ നിന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ എല്ലാം ജീവന്റെ ജീവനായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുൽത്താനുൽ ഔലിയ ഗൗസുൽ അഅ്ലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജിലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുപ്പാപ്പ പറയുകയാണ്, അന്നഹു അസ്ന അല സയ്യിദ് അഹ്മദ് റിഫാഈ സനാൻ ഹസനൻ സുമ്മ ഖാൽ, റിഫാഈ ശൈഖ് തങ്ങളുപ്പാപ്പയെ പുകഴ്ത്തി പറഞ്ഞു. സുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു, ഐ ഫഖീറോ മനുഷ്യ, ഹാദാ റജുലുൻ, ഐ ഫഖീർ എന്ന വിളി ഏറ്റവും ഉന്നതമായ ഖുത്ബ് ഗൗസിയങ്ങളുടെ സ്ഥാനപ്പേരാണ് ഫഖീർ എന്ന് പറയുന്നത്. ഐ ഫഖീർ ഹാദാ റജുലുൻ, റിഫാഈ ശൈഖ് തങ്ങളുപ്പാപ്പയെ പറ്റി ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ പറയുകയാണ്, ഹാദാ റജുലുൻ ലാ യഅരിഫുഹു അഹദുൻ, ഒരു മനുഷ്യനും ഒരാൾക്കും ഇദ്ദേഹത്തെ കുറിച്ച്, ഈ മനുഷ്യനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുകയില്ല, ഒരാളും അറിയുകയില്ല. വലാ യസിലു ഇലാ വസ്ഫിഹി വാസിഫുൻ, ഈ മനുഷ്യനെ കുറിച്ച് വിശദീകരിക്കാൻ, ഇദ്ദേഹത്തിന്റെ ഗുണം പറയാൻ, പുകഴ്ത്തി പറയാൻ ഒരാൾക്കും കഴിയുകയില്ല. ഒരിടത്തേക്കും എത്ര പുകഴ്ത്തി പറഞ്ഞാലും ഒരിടത്തേക്കും എത്തുകയുമില്ല. ലിഅന്ന കുല്ല റിജാലി
തുഅറഫു അഹ്വാലുഹും വമഖാമാതുഹും. എല്ലാ ആളുകളുടെയും, എല്ലാ ശൈഖന്മാരുടെയും, എല്ലാ ഖുതുബീങ്ങളുടെയും, എല്ലാ ഗൗസിയങ്ങളുടെയും അവസ്ഥകൾ അറിയാൻ, മഖാമുകൾ അറിയാൻ സാധിക്കുന്നതാണ്. വഹാദാ റജുലുൻ ലാ യുഅറഫു വലാ യൂസഫു. ഈ മനുഷ്യനെ, ഈ ശൈഖിനെ, ഈ ഖുതുബിനെ, ഈ ഗൗസിനെ, ഈ ഗൗസിന്റെ മഖാം വിട്ട് കടന്ന മഹാന് ലാ യുഅറഫു അഹദുൻ, ഒരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. വലാ യൂസഫു, ഒരാൾക്കും വർണ്ണിക്കാനും കഴിയുകയില്ല. ലിഅന്നഹു മുതമസ്സികുൻ ബിഅഖ്ലാഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅഖ്വാലിഹി വഅഫ്ആലിഹി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപ്പാപ്പയുടെ സ്വഭാവങ്ങൾ, വാക്കുകൾ, പ്രവർത്തികൾ ഇവയെല്ലാം മുറുകെ പിടിച്ച മഹാനാകുന്നു. കാനല്ലാഹു ലഹു ബാത്തിനം വലാഹിറ. ലാഹിറിലും ബാത്തിനിലും റിഫാഇ ശൈഖ് തങ്ങൾ ഉപ്പാപ്പാക്ക് അല്ലാഹു ആയി തീർന്നു. വഹുവ ഹദ്ദുഹു വനസീബുഹു. ഇത് അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. റിഫാഇ ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ ലാഹിറിലും അല്ലാഹ്, റിഫാഇ ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ ബാത്തിനിലും അല്ലാഹ്. അല്ലാഹു അക്ബർ. പറയുന്നത് ഗൗസുല്ലാഹി തങ്ങൾ ഉപ്പാപ്പയാണ്, റിഫാഇ ശൈഖ് തങ്ങൾ ഉപ്പാപ്പയെ കുറിച്ചാണ്. أن بعضهم رأى النبي صلى الله عليه وسلم وهو يثني على السيد أحمد الكبير رضي الله عنه. വലിയ മശായിഖന്മാരിൽ ചിലർ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപ്പാപ്പയെ കണ്ടു, സ്വപ്നത്തിൽ കണ്ടു. വഹുവ യുസ്നി അല സയ്യിദ് അഹ്മദ് അൽ കബീർ റളിയല്ലാഹു അൻഹു. റിഫാഇ ശൈഖ് തങ്ങൾ ഉപ്പാപ്പയെ പുകഴ്ത്തി പറയുന്നു. യഖൂൽ ഖാന സയ്യിദ് അഹ്മദ് റിഫാഇ ഇബ്നു അബിൽ ഹസൻ അലമുൽ ഹഖീഖ. റിഫാഇ ശൈഖ് തങ്ങൾ ഉപ്പാപ്പ ഹഖീഖത്തിന്റെ കൊടിയാകുന്നു. അല്ലാഹു അക്ബർ. ഹഖീഖത്തിന്റെ കൊടി വാഹകൻ എന്നല്ല പറഞ്ഞത്, ഹഖീഖത്തിന്റെ കൊടി തന്നെയാകുന്നു ആ മനുഷ്യൻ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപ്പാപ്പ റിഫാഇ ശൈഖ് തങ്ങൾ ഉപ്പാപ്പയെ കുറിച്ച് പറയുകയുണ്ടായി. ഈ കിതാബിന്റെ 44-ാമത്തെ പേജിൽ കാണാം. ദക്കറ സയ്യിദുനാ ശൈഖ് അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു ഫീ മിനനിഹി. മഹാനായ ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ മിനനുൽ കുബ്രയിൽ പറയുകയുണ്ടായി. മാനസുഹു സഅല ജമാഅത്തുൻ അശ്ശൈഖ് അബുൽ മുൻദിർ റളിയല്ലാഹു അൻഹു അൻ സയ്യിദി അഹ്മദ് റിഫാഇ റളിയല്ലാഹു അൻഹു. ഒരു വിഭാഗം മശായിഖന്മാർ വലിയ മഹാനായ അശ്ശൈഖ് അബുൽ മുൻദിർ റളിയല്ലാഹു അൻഹുവിനോട് റിഫാഇ ശൈഖ് തങ്ങൾ ഉപ്പാപ്പയെ കുറിച്ച് ചോദിക്കുകയുണ്ടായി. ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, റിഫാഇ ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ കാലത്ത് ജീവിച്ച വലിയൊരു മഹാനാണ് അദ്ദേഹം. ലാ അഖ്ദിറു അൻ അശ്റഹ ലക്കും ഹാലഹു. അദ്ദേഹത്തിന്റെ അവസ്ഥ, റിഫാഇ ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ അവസ്ഥ നിങ്ങൾക്ക് വിശദീകരിക്കാൻ എനിക്ക് കഴിയുകയില്ല. ഫഖാലു ലഹു, അവർ പറഞ്ഞു, ലാ ബുദ്ദ അൻ തുഖ്ബിറനാ ബിശൈഇൻ മിൻ അഹ്വാലിഹി. റിഫാഇ ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ അവസ്ഥയിൽ നിന്ന് കുറച്ചെങ്കിലും ഞങ്ങൾക്ക് വിശദീകരിച്ച് തന്നേ പറ്റൂ. ഫഖാല, അദ്ദേഹം പറഞ്ഞു, മാദാ അഖൂലു ഫീ റജുലിൻ. ഒരു മനുഷ്യനെ കുറിച്ച് ഞാൻ എന്ത് പറയാൻ? എന്താണ് ആ വലിയ മഹാന്റെ പ്രത്യേകത? മഅതറഫ ഖത്തു ലിനഫ്സിഹി ബിമഖാമിൻ വലാ ഖദരിൻ വലാ ഖതറ ലഹു ഗൈറു റബ്ബിഹി. ആ മനുഷ്യൻ തന്റെ സ്വന്തം ശരീരത്തിന് ഒരു സ്ഥാനവും കൽപ്പിച്ചിട്ടില്ല, ഒരു ഖദറും ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല. വലാ ഖതറ ലഹു ഗൈറു റബ്ബിഹി, റബ്ബല്ലാതെ ഹൃദയത്തിൽ വെളിപ്പെട്ടിട്ടില്ല. വലാ റളിയ ലിനഫ്സിഹി അത്തനഉമു ബിശൈഇൻ മിനദ് ദുനിയ ഫീ യൗമിൻ മിനൽ അയ്യാം. ഒരു ദിവസവും ദുനിയാവ് കൊണ്ട് സുഖിച്ചിട്ടില്ല. വകുല്ലമാ ഇസ്ദാദ ഖദറൻ വമഖാമൻ ഇൻദല്ലാഹ്. അല്ലാഹുവിന്റെ അടുക്കൽ റിഫാഇ ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ ഖദറും മഖാമും ഉയർന്നുയർന്നു പോകുമ്പോൾ തറാഹു യസ്ദാദു ദുല്ലം വമസ്കനതൻ ലില്ലാഹി വലിൽ ഖൽഖ്.
അള്ളാഹുവിന്റെയും സൃഷ്ടികളുടെയും മുമ്പിൽ നിന്ദ്യനായി, നിസാരനായി, താഴ്ന്നു പോകുന്ന വല്ലാത്തൊരവസ്ഥയാണ് മഹാനവറുകൾക്ക് കാണാൻ സാധിക്കുന്നത്. എത്ര കണ്ടു ഉയരുന്നു അതിനനുസരിച്ച് ആ മനുഷ്യന്റെ താഴ്മ കൂടുന്നു. അശായിഖന്മാർ പറയാറുണ്ട്, അഅ്ലമുൽ ഔലിയാഇ ഫി അസ്റിനാ ഹാദാ ഖദ്റൻ അശ്ശൈഖ് അഹ്മദ് ഇബ്നു റിഫാഇ ഫിൽ ബത്തിഹ വ അബൂ മുഹമ്മദ് ബിൽ ബസ്റ റളിയല്ലാഹു അൻഹുമ. ഈ കാലഘട്ടത്തിലെ രണ്ട് വലിയ മശായിഖന്മാർ, ഒന്ന് റിഫാഇ ശൈഖ് തങ്ങളാണ്, മറ്റൊന്ന് അബൂ മുഹമ്മദ് എന്നവരാണ്. ഖൈലലഹും ഫഅയ്യു റജലൈനി അഅല. അപ്പൊ അവരോട് ചോദിക്കപ്പെട്ടു, ഈ കാലഘട്ടത്തിലെ രണ്ട് വലിയ മഹാന്മാരിൽ, ഈ രണ്ട് മഹാന്മാരിൽ ആരാണ് ഏറ്റവും വലിയ ആള്? ഖാലു അഹ്മദ് ഇബ്നു റിഫാഇ. റിഫാഇ ശൈഖ് തങ്ങൾ പാപ തന്നെ. കാന ഖുത്ബൽ അഖ്താബി ഫിൽ അർള്. ഇവിടെയാണ് നമ്മുടെ പോയിന്റ്. കാന ഖുത്ബൽ അഖ്താബി ഫിൽ അർള്. റിഫാഇ ശൈഖ് തങ്ങൾ പാപ ഭൂമിയിലെ ഖുത്ബുൽ അഖ്താബായിരുന്നു. സുമ്മന്തഖല ഇലാ ഖുത്ബിയത്തിസ് സമാവാത്ത്. പിന്നീട് ആകാശങ്ങളുടെ മുഴുവൻ ഖുത്ബായി ഉയർന്നു. സുമ്മ സ്വാറത്തിസ് സമാവാത്തുസ് സബ്ഉ. നോക്കണേ, സുമ്മ സ്വാറത്തിസ് സമാവാത്തുസ് സബ്ഉ ഫീ റിജ്ലിഹി കൽ ഖൽഖാൽ. പിന്നീട് അല്ലാഹു പടച്ച 7 ആകാശങ്ങളും റിഫാഇ ശൈഖ് തങ്ങളും പാപയുടെ കാലിലെ പാദസരമായി മാറി. അല്ലാഹു അക്ബർ. നമ്മുടെ തലയും നമ്മുടെ ബുദ്ധിയും നമ്മുടെ ചിന്തയും ഇത് കേൾക്കാനോ ഇത് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ കഴിയുകയില്ല. നമുക്കിതിന്റെ എന്തെങ്കിലും അലിഫ് തിരിഞ്ഞാൽ നമ്മൾ മയ്യത്തായി പോകും. 7 ആകാശങ്ങളും റിഫാഇ ശൈഖ് തങ്ങളും പാപയുടെ കാലിലെ പാദസരമായി മാറി. ഹത്താ സലക ബികസ്റതി ദുല്ലി നഫ്സിഹി ത്വരീഖൻ ലം യസ്ലുക്ഹാ ഗൈറുഹു. മറ്റൊരാളും പ്രവേശിക്കാത്ത ഏറ്റവും ഉന്നതമായ മഖാമിലാണ് മഹാനവറുകളുടെ താഴ്മ കാരണം അദ്ദേഹം എത്തിയത്. സുമ്മ ലാ ഇൽമ ലനാ ബഅദ ദാലിക ലിമാദാ വസലാ. 7 ആകാശങ്ങളും പാദസരമായി മാറിയ റിഫാഇ ശൈഖ് തങ്ങളും പാപ്പ ആ മഖാമം വിട്ടുകടന്ന് പിന്നീട് ഏത് മഖാമിലാണ് എത്തിയത്? അല്ലാഹു അഅലം. നമുക്കതിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് മഹാനവറുകൾ പറയുകയുണ്ടായി. അല്ലാഹു അക്ബർ. റിഫാഇ ശൈഖ് തങ്ങളും പാപ്പ ഇങ്ങനെയെല്ലാമായിരുന്ന റിഫാഇ ശൈഖ് തങ്ങളും പാപ്പ ഒരു നാൽക്കാലിയെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. റിഫാഇ ശൈഖ് തങ്ങളും പാപ്പ പറയും, എന്നേക്കാൾ നല്ലത് അള്ളാഹുവിന്റെ ആ സൃഷ്ടിയാണ്. നമ്മളെല്ലാം എത്തിയാൽ തന്നെ എത്ര ഉന്നത സ്ഥാനത്താണ് എത്തുക. അപ്പോൾ നമ്മൾ അങ്ങനെ ഉന്നത സ്ഥാനത്ത് എത്തിയാൽ തന്നെ നാം ഏത് മാനസികാവസ്ഥയിൽ ജീവിക്കണമെന്ന് റിഫാഇ ശൈഖ് തങ്ങൾ പാപ്പ നമ്മെ പഠിപ്പിക്കുകയാണ്. നാൽക്കാലിയെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു ഈ റിഫാഇ ശൈഖ് തങ്ങൾ പാപ്പ. 40 ദിവസം അസുഖം ബാധിച്ച ഒരു നായയെ ഒറ്റക്ക് കാട്ടിൽ പോയിട്ട് അതിനെ ശുശ്രൂഷിച്ച് അതിന്റെ മുറിവ് വെച്ച് കെട്ടി അതിനെ പോറ്റിയ റിഫാഇ ശൈഖ് തങ്ങൾ പാപ്പ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തുന്തോറും ആ മഹാനവറുകൾ താഴ്ന്ന് താഴെ പടിയിലേക്ക് പോരുമായിരുന്നു. മോമിനിയങ്ങളെ, റിഫാഇ ശൈഖ് തങ്ങൾ പാപ്പയെ കുറിച്ച് ഇനിയും ഒരുപാട് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ മറ്റു സമയങ്ങളിലൊക്കെ നമുക്ക് വിശദീകരിക്കാം. റിഫാഇ ശൈഖ് തങ്ങൾ പാപ്പയിൽ നിന്ന് ലോകത്തെ എല്ലാ മഹാന്മാർക്കും, എല്ലാ മശായിഖന്മാർക്കും, എല്ലാ മുരീദുമാർക്കും എല്ലാവർക്കും പാഠങ്ങളുണ്ട്. ഒരിക്കൽ റിഫാഇ ശൈഖ് തങ്ങൾ പാപ്പ അവിടുത്തെ മുരീദുമാരോട് പറഞ്ഞു, അല്ലയോ മുരീദുമാരെ, എന്റെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ എന്നോടത് പറഞ്ഞു തരണം. എന്റെ ഒരു കുറവ്, നിങ്ങളാണല്ലോ എന്റെ കൂടെയുള്ളത്, എന്റെ ഒരു കുറവ് നിങ്ങൾ പറഞ്ഞു തരണം. ഇത് പറഞ്ഞപ്പോൾ അവിടുത്തെ മുരീദുമാരിൽപ്പെട്ട ഒരു മുരീദ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, അല്ലയോ മഹാനവറുകളെ, ശൈഖ് അവറുകളെ, അങ്ങേക്കൊരു കുറവുണ്ട്, അത് ഞാൻ പറയട്ടെയോ? റിഫാഇ ശൈഖ് തങ്ങൾ പാപ്പ
തന്റെ മുരീദ് എന്താണ് പറയുന്നത്, തന്റെ കുറവ് എന്താണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് വളരെ ആകാംക്ഷയോടെ ശ്രവിക്കാൻ വേണ്ടി തയ്യാറായി നിന്ന് പറയൂ. സമ്മതം കൊടുത്തപ്പോ മഹാനവറുകളോട് അവിടുത്തെ മുരീദുമാർപ്പെട്ട പ്രധാനിയായ മുരീദ് പറഞ്ഞു, നിങ്ങളെപ്പോലെയുള്ള ഏറ്റവും ഉന്നത സ്ഥാനത്തെത്തിയ വലിയ സുൽത്താനുൽ ആരിഫീനായ മഹാന് ഞങ്ങളെപ്പോലുള്ളവരായല്ലോ മുരീദുമാരായി കിട്ടിയത്. വലിയ വലിയ കുതുബീങ്ങളും ഗൗസിയങ്ങളും ഉന്നത സ്ഥാനത്തെത്തിയ ആളുകളെയല്ലേ മുരീദന്മാരായി കിട്ടേണ്ടത്. ഞങ്ങളെപ്പോലെയുള്ളവരായല്ലോ മുരീദന്മാരായി കിട്ടിയത്. അപ്പൊ നിങ്ങളുടെ ന്യൂനത എന്ന് പറയുന്നത് മുരീദുമാരായി ഞങ്ങളാകുന്നു, അതല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു കുറവുമില്ല. എല്ലാവരും കരഞ്ഞ വല്ലാത്തൊരു ഘട്ടമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ മോമിനിയങ്ങളെ, റിഫായി ശൈഖ് തങ്ങളുപ്പാപ്പയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. തരീഖത്തിന്റെ വഴിയിൽ പ്രവേശനം നമ്മെ സംബന്ധിച്ചിടത്തോളം അദബിന്റെ വിഷയത്തിലും അനുസരണയുടെ വിഷയത്തിലും ഒരുപാട് കാര്യങ്ങളിൽ പറഞ്ഞാൽ തീരാത്ത അത്ര പാഠങ്ങൾ റിഫായി ശൈഖ് തങ്ങളുപ്പാപ്പയിൽ നിന്നിട്ട് നമുക്ക് പഠിക്കാനും പകർത്താനും ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല റിഫായി ശൈഖ് തങ്ങളുപ്പാപ്പയുടെ തിരുനോട്ടം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ, ആമീൻ. നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഉണ്ടാവട്ടെ, ആമീൻ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും തങ്ങളുപ്പാപ്പാന്റെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ, ആമീൻ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മുടെ ജീവനായ ജാതിയേരി ശൈഖ് തങ്ങളുപ്പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ, ആമീൻ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.